ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, എന്നാലും ഞങ്ങൾക്ക് സ്കൂളുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആനുവൽ ഡേ ഒക്കെയാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത്. 23-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസിന് വേണ്ടിയിട്ട് സാറ്റർഡേ ഒക്കെ വച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാക്സിലേക്കാട്ടോ പോയത്. എൻ്റെ അനിയനക്ക് കുറച്ച് ഉടുപ്പൊക്കെ നോക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുറച്ച് മേടിച്ചു. നല്ല രസം കേട്ടോ. കിഡ് കളക്ഷൻ കണ്ടാൽ നമുക്ക് എല്ലാം മേടിക്കാൻ തോന്നും. കുറേ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ കിഡ്സിൽ. നല്ല രസമാണ് ഫുൾ കാണാൻ തന്നെ. പിന്നെ ചില ക്യൂട്ടായിട്ടുള്ള ബനിയന് 149ഉം പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ ഒക്കെ ബനിയന് 219 പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ ക്യൂട്ട് ബാഗ്സ്, ക്യൂട്ട് പപ്പീസ്, ഇതുപോലത്തെ പിന്നെ കുഞ്ഞ് ഡോൾസൊക്കെ ഇല്ലേ, അതുപോലത്തെ അങ്ങനെ കുറേ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് കണ്ടിട്ട് എല്ലാം മേടിക്കാൻ തോന്നി. അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ഇത് കണ്ടില്ലേ, ഇത് ആരുടെയും എന്തായാലും കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലത്തെ തന്നെ ഇതുപോലത്തെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനത്തെ ആഷ് കളർ, അതുപോലത്തെ കളറിലെ കുറച്ച് ബുഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തത്തെ വ്യൂ വന്നിട്ട് ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇതൊരു സ്ലേറ്റ് സെക്ഷനാണ്. ഇതൊക്കെ കാണാൻ എന്ത് രസമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സംഭവമൊക്കെ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പർപ്പിളാണ്. എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ഫ്ലവറിൻ്റെ ക്രാബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷൂ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു ഷൂ എടുത്തായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലത്തെ ഭയങ്കര ക്യൂട്ടും എക്സ്തറ്റിക്കും ആയിട്ടുള്ള കുറച്ച് പേഴ്സസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിട്ടോ കാണാൻ തന്നെ. അതിലൊരെണ്ണം ഓൾറെഡി എൻ്റെ സിസ്റ്ററിനുണ്ട് കേട്ടോ. പിന്നെ ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഈ ടാബിലിരുന്ന് കുത്തി കുറേ കളക്ഷനൊക്കെ നോക്കിയായിരുന്നു. ഇതിൽ കുറേ ഈ ഡ്രസ്സസിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ 2-3 പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോസിന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പിന്നെ ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഓരോത്തിൻ്റെയും പ്രൈസും അതിൻ്റെ ഇതൊക്കെ നോക്കി ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ അതും നോക്കി അതിൻ്റെ കളക്ഷൻ നോക്കിയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ലൈക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അതിലെ ക്ലോത്ത് കുറച്ച് ഫാഷനായിട്ടുള്ളതുണ്ടായിരുന്നു, അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല, കാരണം ഇനി നിന്നാൽ കുറേ സാധനമൊക്കെ മേടിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചുയിങ് തിന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ബബിൾ കോട്ട് ഇത്, ഇങ്ങനത്തെ ഒരു ഷേപ്പ്ഡ് ആയിട്ടുള്ള ബബിൾ കം. അങ്ങനെ അതും തിന്നിട്ട് വിൻഡോ കൂടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. അങ്ങനെ അവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഷവർമ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഷവർമ ആവാത്തതുകൊണ്ട് ഞങ്ങൾ ഷവായയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഷവായയും കുബൂസും ആയിട്ട് ആ കോമ്പിനേഷനിൽ തിന്നു. എൻ്റെ പൊന്നോ, ഷവായ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് ഈ ഷവായ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. യമ്മി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ യമ്മിയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ആ ഷവായ തിന്നു, മയോണൈസിലൊക്കെ മുക്കി. അങ്ങനെ ഞങ്ങൾ തിന്ന് കഴിഞ്ഞപ്പോഴേക്കും 2 ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലെമൺ ജ്യൂസ് വന്നു. അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ലെമൺ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെയും കാറിലേക്ക് കയറി നേരെ വീട്ടിലേക്കാണ് പോയത്. നിങ്ങളുടെ ഫേവറേറ്റ് ജങ്ക് ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ.